നെഹ്റു പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിട്ട് നെഹ്റു പറഞ്ഞു, ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ് ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ്. ഈ ഇരുളാണ്ട സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കി ശാസ്ത്രബോധമുള്ളവരായി ഇന്ത്യക്കാരെ മാറ്റിയാലേ രക്ഷയുള്ളൂ എന്ന് ആരും കേട്ടില്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരടക്കം വലിയ തോതിലുള്ള അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലം നമ്മൾ കാണുകയാണ്. അപ്പം നമുക്ക് തെറ്റി എവിടെയോ, നമുക്ക് പിഴച്ചു പോയിട്ടുണ്ട്. കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായി. സ്ത്രീകൾ നിർമ്മിച്ച കേരളം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ 30കളിലും 40കളിലും എല്ലാം പൊരുതുന്ന ഒട്ടേറെ പുരുഷന്മാരും സ്ത്രീകളും വന്നു. ഉയർന്ന സമുദായത്തിൽ നിന്ന്, ചാതുർവർണ്ണത്തിൻ്റെ ശ്രേണിയിൽ ഉയർന്ന സമുദായത്തിലുള്ള പുരുഷന്മാരായിരുന്നില്ലേ MRBയും BT പട്ടതിരിപ്പാടും EMSും ഒക്കെ? അവരെല്ലാം ഇറങ്ങി വന്നു. അവരെല്ലാം സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ചു. ആര്യവള്ളത്തെ പോലുള്ള ആളുകൾ. ഇന്ന് മാതൃഭൂമിയിലൊരു കോളമുണ്ട്, ഒരു സ്ത്രീയുടെ പേര് ചെങ്കൊടി. അതാണ് മലപ്പുറത്തെ ഒരു ഇല്ലത്ത് ജനിച്ചതാണ്. അച്ഛൻ ഭയങ്കര പുരോഗമനവാദിയായതുകൊണ്ട് ജനിച്ച കുഞ്ഞിന്, അന്ന് വിപ്ലവം തലയിൽ കയറി പിടിച്ച സമയമാണല്ലോ, അതുകൊണ്ട് കുഞ്ഞിന് ചെങ്കൊടിന്ന് പേരിട്ടു. സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ ഈ പേരൊന്നും പറ്റില്ല, വൃത്തിയുള്ള വല്ല പേരും ഇടാൻ. അപ്പോൾ ചോപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറല്ല, എന്നാൽ ചെന്താമരാക്ഷി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചെന്താമരാക്ഷി. പക്ഷേ നാട്ടിൽ അവർ അറിയപ്പെടുന്നത് ചെങ്കൊടിയാണ്. ഞാൻ പറഞ്ഞത് കലഹത്തിൻ്റെ, ഇടപെടലിൻ്റെ ഒരു കാലഘട്ടം. അതിൽ നിരവധി സ്ത്രീകൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, പക്ഷേ ഒളിവിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രാണൻ വെടിഞ്ഞുകൊണ്ട് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ളൊരു പെടാപ്പാടുണ്ടല്ലോ. എന്തിന്? നാളത്തെ സമൂഹത്തിന് റൗക്കയിടാൻ, നാളത്തെ സമൂഹത്തിന് പൊതുവഴിയിലൂടെ നടക്കാൻ, എല്ലാ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും കയറി ചെല്ലാൻ അവരൊരുപാട് വിജയിച്ചു, അവരെ പോലുള്ള സ്ത്രീകൾ. പക്ഷേ ഇന്ന് ആ ഇരുള് തിരിച്ചു വരികയാണ്. പുതിയ സമൂഹം, പ്രശസ്ത കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ സമൂഹം മൃദുലതയിൽ നിന്ന് അതിമൃദുലതയിലേക്ക് പോവുക. നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഒടിച്ചു കൂട്ടി മടക്കി വെക്കാൻ കഴിയുന്ന ഒരു മൃദുത്വം, ഒരു നിശബ്ദത ഈ സമൂഹത്തെ വ്യാപിക്കുകയാണ്. അതിനെ പൊളിക്കാതെ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. സാറാ ടീച്ചറെ പോലുള്ള ആളുകൾ അതിനെ പൊളിക്കാനാണ് ശബ്ദം ഉയർത്തിയത്. ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട്. ഇനി അവസാനത്തെ ഒരു കാര്യം, നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പാർട്ടിക്കകത്ത് സ്വാതന്ത്ര്യമുണ്ടോ വിമർശിക്കാനെന്ന്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു അംഗമാണ്. കമ്മിറ്റിക്കകത്തൊക്കെ നഖശീതാന്തം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പുറമേ കാണുന്നവർക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഈ പുരുഷ മേധാവിത്വപരമായ ആശയങ്ങളുണ്ടാകും. അതുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ തെറ്റുതിരുത്തലെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനമായിട്ടും പറയുന്നത് സാമ്പത്തിക അരാജകത്വത്തിൻ്റെ തെറ്റുതിരുത്താൻ മാത്രമല്ല, മറ്റു തരത്തിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള മനോഭാവം കഴുകിക്കളയാൻ കൂടിയാണ്. എന്നാൽ ഒരു ദിവസം അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതുകൊണ്ട് പിറ്റേന്ന് സർവ്വം ശുഭം, എല്ലാവരും മറ്റവരെക്കാൾ മെച്ചം എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നുമില്ല. പക്ഷേ നിരന്തരമായിട്ട് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾ പിന്തള്ളപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം എടുക്കാൻ മടിച്ചു മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. കേരളത്തിലെ സ്ത്രീകൾ അഭ്യസ്ത വിദ്യരാണ്. ഏത് മേഖലയിലും കടന്നു വരാൻ തൻ്റെ ഇടം കിട്ടിയിട്ടുള്ളവരാണ്. ഞാൻ ഒറ്റ വാചകേ പറയുന്നുള്ളൂ, അവസാനിപ്പിക്കാം. പക്ഷേ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ അതെടുക്കാൻ പലപ്പോഴും, ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി ആവാൻ പറഞ്ഞാൽ അയ്യോ അത് വേണ്ട ഏട്ടാ, എന്താ വീട് അവരെ ചൊറച്ചിടുന്നു. വൈകുന്നേരം ആകുമ്പോൾ 5 മണിക്ക് ശേഷം അവിടെ പോയിട്ട് അടിക്കണം, തൂക്കണം, വൃത്തിയാക്കണം, അപ്പോൾ അവിടെ ചെല്ലണം. അത് മാത്രമല്ല, ആ മടി അങ്ങ് ബാധിച്ച് ഉത്തരവാദിത്വം ഒന്നും എടുക്കാൻ കഴിയില്ല. മിണ്ടിയിട്ടില്ലേ കുഴപ്പമില്ലല്ലോ, ഭാരയേറ്റിട്ടില്ലേ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരില്ലേ? അഭ്യസ്തവിദ്യരായിട്ടുള്ള പെൺകുട്ടികൾ ഒരു ഓണ്ടർപ്രീനർഷിപ്പിന് ധൈര്യപ്പെടാത്തവരില്ലേ? എന്നാൽ ധൈര്യപ്പെട്ട് വരുന്ന എത്ര പേരെ എനിക്കറിയാം, നല്ല തിളങ്ങി നിൽക്കുകയാണ് സംരംഭകത്വത്തിൽ. അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിത് രണ്ടും കാണണം. മടിച്ചു മാറി നിൽക്കുന്നവർ, അവസരം കിട്ടാത്തവർ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം. കഴിഞ്ഞ തവണ എൻ്റെ പാർട്ടിക്കകത്തൊരു തീരുമാനം എടുത്തു, ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് സ്ത്രീകൾ വരണം. അപ്പോൾ പലരും തയ്യാറായിരുന്നില്ല. 2500 ബ്രാഞ്ച് സെക്രട്ടറിമാർ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ സ്ത്രീകളായി. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. ആ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം പുരുഷന്മാരാവുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. മറ്റേ സംവരണത്തിലുള്ള വന്നതാണ്. തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പൊരിഞ്ഞ ചർച്ച നടക്കും. അവസാനം തലയും കുത്തി മറിഞ്ഞ് ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് തീരുമാനിക്കുമ്പോൾ സ്ത്രീകൾ പിന്നെയും ബാക്കിയാവും. അത് പറ്റില്ല എന്ന് അതിനകത്ത് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം സ്ത്രീകൾക്ക് അവസരം ഉണ്ടാകണം പലപ്പോഴും എന്നുള്ളതാണ്. മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് എല്ലാവരും. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി സ്ത്രീകൾക്ക് അവസരം കൊടുത്താൽ അവർ ചെയ്യും. ഒറ്റൊരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ തീർത്തും അവസാനിപ്പിക്കാം. മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു നിർണായക ഘട്ടത്തിലുള്ള ആളായതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെട്ടത്. ഞാൻ മാത്രമല്ല, സ്ത്രീകൾ ഉത്തരവാദിത്തം എടുത്തിട്ടുള്ള എല്ലാ സ്ത്രീകളും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഗൗരവം ഉണ്ടായിട്ടില്ലേ? എനിക്ക് മുമ്പ് സുശീല ഗോപാലൻ ഉണ്ടായിട്ടില്ലേ? ഇല്ല, ഇന്ദിരാഗാന്ധിയോട് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിന്ന് എല്ലാവരെയും കൈകാര്യം ചെയ്തിട്ടില്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് സാധിക്കും. ശ്രീമതി ടീച്ചർ എനിക്ക് മുമ്പ് മന്ത്രിയായിരുന്നില്ലേ?
ഭംഗിയായിട്ട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തല്ലോ. അപ്പം ഞാനൊരു നിർണായക ഘട്ടത്തിലായതുകൊണ്ട് എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ തിരുമുഖം കണ്ടത് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. സ്ത്രീകൾക്ക് കൊടുത്താൽ ആ ഉത്തരവാദിത്വം സ്ത്രീകൾ ഭംഗിയായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കുറേയും കൂടി സ്ത്രീകളെ ഈ ഉത്തരവാദപ്പെട്ട, അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പിന്നെ അല്ലെങ്കിൽ MLA തന്നെ ആവണമെന്നില്ല, താഴേന്ന് തുടങ്ങണം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ സെക്രട്ടറിയോ ജനപ്രതിനിധി തന്നെ ആവണമെന്നില്ല, ആ ഉത്തരവാദിത്തം എടുക്കാൻ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ടൊരു സ്ത്രീ വരട്ടെ എന്ന്. അവർക്ക് എന്തെല്ലാം പുരുഷനും സ്ത്രീയും അടങ്ങിയിട്ടുള്ള സംഘടനയുടെ, മഹിളാ സംഘടനയുടെ സെക്രട്ടറി പിന്നെ മക്കളെ തന്നെയല്ലേ ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതല്ല പറഞ്ഞത്, പുരുഷനും സ്ത്രീയും അടങ്ങിയ. ഞാനായിട്ടുണ്ട് DYFIയുടെ അന്നത്തെ KSYFൻ്റെ താഴത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ സെക്രട്ടറി ആയി ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല.